സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിലെ ഡയഗ്നോസിസ് ആണ് പറയാനുള്ളത്. ഓക്കെ ഓക്കെ ഡയഗ്നോസിസ് നോക്കാം. ഡയഗ്നോസിസ് ഇൻ ദാറ്റ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ദെൻ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്, ദെൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ദെൻ യൂറിക് ആസിഡ്, ദെൻ ഗ്ലൂക്കോസ് ആൻഡ് പ്രോട്ടീൻ ഇൻ ദ യൂറിൻ. ഇവിടെ വരെയാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, മാനേജ്മെന്റ് ലോ ഫാറ്റ് ഡയറ്റ്. ലോ ഫാറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കുറഞ്ഞ ഡയറ്റ് എടുക്കുക. ഓക്കെ, ദെൻ ഇൻക്രീസ്ഡ് എക്സസൈസ്. എക്സസൈസ് എല്ലാം കൂട്ടുക. ദെൻ വെയിറ്റ് ലോസ് മീൻസ് ഭാരം കുറയ്ക്കുക. ദെൻ സ്ട്രെസ് റിലീഫ്. സ്ട്രെസ് എല്ലാം കുറയ്ക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഡിക്രീസ് ഇൻ ആൽക്കഹോൾ കൺസപ്ഷൻ. ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കുക. ദെൻ മെഡിക്കേഷൻസ്, അതായത് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമിക്ക് യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ് ഇനി പറയുന്നത്. മെഡിക്കേഷൻസ് ഇൻക്ലൂഡ്സ് അറ്റോർവാസോസ്റ്റാറ്റിൻ, ദെൻ ഫ്ലൂവാസ്റ്റാറ്റിൻ, ദെൻ പ്രവാസ്റ്റാറ്റിൻ, ദെൻ എസറ്റിമേബ്. ഒരു 4 മെഡിസിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റോർവാസ്റ്റാറ്റിൻ, ഫ്ലൂവാസ്റ്റാറ്റിൻ, പ്രവാസ്റ്റാറ്റിൻ, എസറ്റിമേബ്. അങ്ങനെ 4 ഡ്രഗ്സിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാം മാനേജ്മെന്റ്, അതായത് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമിക്കുള്ള മാനേജ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ലോ ഫാറ്റ് ഡയറ്റ്, ഫാറ്റ് കുറഞ്ഞ ഡയറ്റ് എടുക്കുക. ദെൻ ഇൻക്രീസ്ഡ് എക്സസൈസ് കൂട്ടുക. ദെൻ വെയിറ്റ് ലോസ്, ഭാരം കുറയ്ക്കുക. ദെൻ സ്ട്രെസ് റിലീഫ്, സ്ട്രെസ് എല്ലാം കുറയ്ക്കുക. ദെൻ ഡിക്രീസ് ഇൻ ആൽക്കഹോൾ കൺസപ്ഷൻ, അതായത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കുക. ദെൻ മെഡിക്കേഷൻസ് ആണ് ഇൻ ദാറ്റ് അറ്റോർവാസ്റ്റാറ്റിൻ, ഫ്ലൂവാസ്റ്റാറ്റിൻ, പ്രവാസ്റ്റാറ്റിൻ, എസറ്റിമേബ്. അങ്ങനെ 4 മെഡിസിൻസ് ആണ് മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമി. ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത കണ്ടീഷനിലോട്ട് പോകാം. ഓക്കെ നിഷാന, ഓക്കെ എന്താ ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിയമി? ഓക്കെ ഗുഡ്. ഹുസ്ന, യൂട്യൂബ് കണ്ടില്ല? ഓക്കെ. സോന, okay, what are the causes? സോന ആബ്സെന്റ് ആയിരുന്നോ? ഓക്കെ, യൂട്യൂബ് നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നോ സോന? ഇല്ല, അപ്പൊ നിങ്ങൾക്ക് ഇനി തൊട്ട് യൂട്യൂബ് അപ്ഡേഷൻ ആവശ്യമില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. നിങ്ങളുടെ ക്ലാസ്സിന് ഇന്നോട്ട് യൂട്യൂബ് അപ്ഡേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, സെല്ലിയ, ഇനി കോഴ്സസ് വേറെ. ഓക്കെ, സെക്കൻഡറി ഹൈപ്പർ ലിപ്പോപ്രോട്ടീനിമിയോ? ഓക്കെ, അതുല്യ, അതുല്യ, okay, what are the symptoms? Okay,
Okay. Okay. Okay, good. Alina. Okay, what are the diagnosis? Okay, good. Prasanna. Okay, what are the management? Okay, ഏതൊക്കെ പോയിന്റ് കിട്ടിയേ? കൺസ്യൂം ചെയ്ത് കുറയ്ക്കാം. ഓക്കെ. ഷിഹാന. എനിക്ക് മാനേജ്മെന്റ് പറ. ഓക്കെ, ഗുഡ്. ദെൻ മെഡിക്കേഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കേഷൻസിന്റെ പേര് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത കണ്ടീഷനിലോട്ട് പോകാം. മൂന്നാമത്തെ കണ്ടീഷൻ ഒബേസിറ്റി. തേർഡ് കണ്ടീഷൻ ഒബേസിറ്റി. ഓക്കെ, എന്താന്ന് നോക്കാം. ഒബേസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് abnormal or excessive fat accumulation that presents at a risk to health. Obesity is defined as abnormal or excessive fat accumulation that presents a risk to health. അതായത് ഒബേസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള മീൻസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ അബ്നോർമലോ ആയിട്ടുള്ള ഫാറ്റിന്റെ അക്യുമുലേഷനെയാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. മീൻസ് കൊഴുപ്പിന്റെ അക്യുമുലേഷനെയാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. ഇതെന്താണ്? ദാറ്റ് പ്രസന്റ് എ റിസ്ക് ടു ഹെൽത്ത്. ഇത് ഹെൽത്തിന്, ആരോഗ്യത്തിന് ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതാണ് ഒബേസിറ്റി. അങ്ങനെ പറയാം, ഒബേസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് അബ്നോർമൽ ഓർ എക്സസീവ് ഫാറ്റ് അക്യുമുലേഷൻ ദാറ്റ് പ്രസന്റ്സ് എ റിസ്ക് ടു ഹെൽത്ത്. അതായത് ഒബേസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ളതോ മീൻസ് കൂടുതലായിട്ടുള്ളതോ ഫാറ്റിന്റെ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ അക്യുമുലേഷനെയാണ് പറയുന്നത് ഒബേസിറ്റി എന്ന്. ഇത് ഹെൽത്തിന് ഒരു റിസ്ക് ആയിട്ടുള്ള കാരണമാണ്. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം, മലയാളം അമിതവണ്ണം. ഓക്കെ, ദെൻ കോസസ്. അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക, കോസസ്, കാരണങ്ങൾ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രഗ്നൻസി. ഓക്കെ, പ്രഗ്നൻസി ഒരു കാരണമാകും. പ്രഗ്നൻസി ടൈമിൽ ഒബേസിറ്റി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് സ്ലീപ്പ്. ഓക്കെ, സ്ലീപ്പ് കുറയുന്നത് കൊണ്ടും ഒബേസിറ്റി വരാം. ഓക്കെ, സ്ലീപ്പ്, ഉറക്കം കൂടുതൽ കാരണമാണ് തടി വരിക എന്നൊക്കെ പറയും. അത് വെറുതെയാണ്. ഓക്കെ, സ്ലീപ്പ് കുറഞ്ഞാലും എന്താണ്, അതും ഒബേസിറ്റിക്ക് ഒരു റീസൺ ആണ്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് ഡയറ്റ്സ്. മീൻസ് ഡയറ്റിൽ ഉണ്ടാകുന്ന മീൻസ് ഫുഡ് അധികമായിട്ട് കഴിക്കുന്നത് വഴി അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഫുഡ് കഴിക്കുന്ന വഴിയൊക്കെ വരാം. ദെൻ ഡ്രഗ്സ്. ഓക്കെ, ചില ഡ്രഗ്സ് കഴിക്കുന്നത് വഴിയും ഒബേസിറ്റി വരാം. ദെൻ മെഡിക്കൽ കണ്ടീഷൻസ്. ചില മെഡിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും വരാം. ദെൻ ആൻ ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മീൻസ് എക്സസൈസ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ ഇരിക്കുന്നത്. മീൻസ് ബോഡി മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നത് മൂലവും വരാം. ദെൻ ലാസ്റ്റ് പോയിന്റ് ഫാമിലി ഹിസ്റ്ററി. മീൻസ് ഫാമിലി ഹിസ്റ്ററി വഴിയും വരാം. മീൻസ് ഫാമിലി പാരൻസ് ഒക്കെ ഓൾറെഡി ഒബേസിറ്റി ഉണ്ടെങ്കിൽ എന്താ പറയാ, ചിൽഡ്രൻസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. കോസസ്: ഫസ്റ്റ് വൺ പ്രഗ്നൻസി, second one lack of sleep, third one diets, next one drugs, then medical conditions, then an inactive lifestyle, then family history. Is it clear? എന്ത് ഷമീന? ഡയറ്റ്സ്, ഡ്രഗ്സ്. ഡയറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ കിട്ടിയോ? ഡയറ്റ്, ഷമീനക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഡയറ്റ്സ് ആൻഡ് ഡ്രഗ്സ്. ക്ലിയർ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, കോംപ്ലിക്കേഷൻസ്.
മീൻസ് ഒബേസിറ്റി കൂടുതലായത് മീൻസ് ഒബേസിറ്റി വരുന്നതുകൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അമിതവണ്ണം കാരണം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസിന് ഒരു കാരണമാകാം. ദെൻ ഹൈ BP മീൻസ് ഹൈപ്പർ ടെൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ സ്ട്രോക്ക്, ദെൻ ഹാർട്ട് ഡിസീസ്, ദെൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കഴിഞ്ഞ വർഷം ജോയിന്റ് ഡിസോർഡറിൽ പഠിച്ചതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ദെൻ പുവർ വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മുറിവൊന്നും ഉണങ്ങാതിരിക്കുക. ദെൻ സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കം വലി ഉണ്ടാകും. ദെൻ ഡിപ്രഷൻ മീൻസ് അമിതവണ്ണം കാരണം ഡിപ്രഷൻ ഉണ്ടാകും. മീൻസ് അമിതവണ്ണം ഉണ്ടെന്നുള്ളൊരു തോന്നൽ കാരണം അത് ഡിപ്രഷനിലോട്ട് എത്തിക്കും. ദെൻ മെറ്റബോളിക് സിൻഡ്രോം മീൻസ് മെറ്റബോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും. മെറ്റബോളിക് സിൻഡ്രോം മീൻസ് ഗ്രൂപ്പ് ഓഫ് മെറ്റബോളിക് കണ്ടീഷനാണ് മെറ്റബോളിക് സിൻഡ്രോം. ഓക്കെ, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകും. ദെൻ ഹൈ കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. കൊളസ്ട്രോളിന്റെയും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഉയരും. ഓക്കെ, ഒന്നുകൂടി പറയാം. കോംപ്ലിക്കേഷൻസ് മീൻസ് കോംപ്ലിക്കേഷൻസ് എന്നാൽ ഈ ഒബേസിറ്റി കാരണം വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ടൈപ്പ് 2 ഡയബറ്റിസ്, ദെൻ സെക്കൻഡ് വൺ ഹൈ BP, ദെൻ സ്ട്രോക്ക്, ദെൻ ഹാർട്ട് ഡിസീസ്, ദെൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ദെൻ പുവർ വൂണ്ട് ഹീലിംഗ്, ദെൻ സ്ലീപ്പ് ആപ്നിയ, ദെൻ ഡിപ്രഷൻ, ദെൻ മെറ്റബോളിക് സിൻഡ്രോം, ലാസ്റ്റ് വൺ ഹൈ കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. Is it clear? Clear ആയോ? Okay. Next subheading diagnosis. Okay, diagnosis. In that first one physical examination. Diagnosis എന്ന് പറഞ്ഞാൽ രോഗനിർണയം. Okay, ഒന്നാമത്തത് physical examination. Physical examination എന്നുണ്ടെങ്കിൽ ബാഹികമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ മീൻസ് എന്താ പറയാ വെയിറ്റ് ചെക്കിംഗ് എല്ലാം ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമാണ്. വെയിറ്റ്, ഹൈറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബോഡി സ്റ്റാറ്റസിനെ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താ പറയാ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക ജനറൽ ആയിട്ടുള്ളതുണ്ട്, അതുകൂടാതെ തന്നെ ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കട്ടെ. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ജനറൽ എക്സാമിനേഷൻസിൽ വരുന്നത് ഹൈറ്റ് ചെക്കിങ്, വെയിറ്റ് ചെക്കിങ്, ദെൻ മെന്റൽ സ്റ്റാറ്റസ് ചെക്കിങ്. ഓക്കെ, ഇതെല്ലാം ജനറൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ എന്ന് പറയും. ഹെഡ് ടു ഫുട്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് തൊട്ട് ഫുട്ട് വരെ മീൻസ് അതായത് തല തൊട്ട് കാല് വരെയുള്ള ഓരോ ഈച്ച് പാർട്സിനെയും എക്സാം ചെയ്യുന്നതിനാണ് ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, വെയിറ്റ് അതെല്ലാം ചെക്ക് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ദെൻ സെക്കൻഡ് വൺ BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, ബോഡി മാസ് ഇൻഡെക്സ് ചെക്ക് ചെയ്യുന്ന വഴി കണ്ടുപിടിക്കാം BMI. Then blood test means blood test will include the cholesterol test, then fasting glucose, liver function test and thyroid test. Okay, ഒന്നുകൂടി പറയാം. ഡയഗ്നോസിസ് എങ്ങനെയെല്ലാം രോഗനിർണയം നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് വൺ BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്. ദെൻ തേർഡ് പോയിന്റ് ബ്ലഡ് ടെസ്റ്റിൽ it includes the cholesterol test, then fasting glucose, liver function test and thyroid test. Is it clear? Okay. Next management. Okay, in that first point dietary changes. ഡയറ്റിൽ ചേഞ്ചസ് വരുത്തുക, ഫുഡ് കഴിക്കുന്നതിൽ ചേഞ്ചസ് വരുത്തുക. ദെൻ സെക്കൻഡ് പോയിന്റ് എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റി, അതായത് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അതാണ് എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റി. ദെൻ തേർഡ് പോയിന്റ് വെയിറ്റ് ലോസ് സർജറി മീൻസ് അതെല്ലാം ലാസ്റ്റ് സ്റ്റേജിലോട്ടാണ്. വെയിറ്റ് ലോസ് സർജറി മീൻസ് ഭാരം കുറയ്ക്കുന്നതിനുള്ള സർജറീസ് ഒക്കെ ചെയ്യും, അതെല്ലാം ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരുമ്പോഴാണ്. ഓക്കെ, ദെൻ മെഡിക്കേഷൻസ് ജസ്റ്റ് എക്സാമ്പിൾസ് ഡ്രഗ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്.
orlistat, comma, lorcaserin, comma, phentermine, comma, topiramate, comma, phentermine. അങ്ങനെ അതായത് എന്താ പറയാ ഒരു 4 ഡ്രഗ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രഗ്സിന്റെ പേര് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. Okay, management. First one, dietary changes. Second one, exercise and activity. Third one, weight loss surgery. Then fourth point, medications. നാല് ഡ്രഗ്സിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. orlistat, lorcaserin, then phentermine, topiramate, then phentermine എന്ന് പറഞ്ഞ ഡ്രഗ്. അങ്ങനെ 4 ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് വാട്സപ്പിൽ നിന്ന് എഴുതാം. ഇത്രയാണ് ഒബേസിറ്റി. Is it clear? Okay, question ചോദിച്ചിട്ട് അടുത്ത കണ്ടീഷനോട്ട് പോകാം. Okay, ഹുസ്ന. Okay, obesity എന്ന് പറഞ്ഞാൽ എന്താ? കോസസ് എന്തൊക്കെയാ? Okay, സോന ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഡയഗ്നോസിസ് എന്തൊക്കെയാ? മാനേജ്മെന്റ് കൂടി. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ, നമുക്ക് നാലാമത്തെ കണ്ടീഷനിലോട്ട് പോകാം. നാലാമത്തെ കണ്ടീഷൻ ഫാറ്റി ലിവർ. അടുത്ത ഹെഡിങ് എടുക്കാം, ഫാറ്റി ലിവർ. ഓക്കെ, എന്താന്ന് നോക്കാം. ഓൾസോ കോൾഡ് ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസ്. ഓൾസോ കോൾഡ് ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസ്. അതായത് ഫാറ്റി ലിവറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസ്. കോമ ഈസ് ദ ബിൽഡപ്പ് ഓഫ് ഫാറ്റ് ഇൻ ദ ലിവർ. അതായത് ഫാറ്റ് ലിവറിൽ ബിൽഡപ്പ് ചെയ്യുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയാം ഫാറ്റി ലിവർ ഓൾസോ കോൾഡ് ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസ്, കോമ ഈസ് ദ ബിൽഡപ്പ് ഓഫ് ഫാറ്റ് ഇൻ ദ ലിവർ. ഓക്കെ, അതായത് ഫാറ്റി ലിവറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസ്. ഇത് എന്താണ്, ലിവറിൽ ഫാറ്റ് ബിൽഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ടൈപ്സ്. അടുത്ത സബ് ഹെഡിങ് ടൈപ്സ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ടൈപ്പ് 1 ഓവർ ഫീഡിങ് ഓഫ് ഫാറ്റ് എന്ന് പറയും. ടൈപ്പ് 1 ഓവർ ഫീഡിങ് ഓഫ് ഫാറ്റ്. അതായത് ഒന്നാമത്തെ ടൈപ്പ് 1 എന്നുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിന് ഓവർ ഫീഡിങ് ഓഫ് ഫാറ്റ്, ഇതാണ് ടൈപ്പ് 1. ഓവർ ഫീഡിങ് ഓഫ് ഫാറ്റ്, ഫാറ്റ് ഒരുപാട് കഴിക്കുന്നത്, ഫീഡ് ചെയ്യുന്നത് വഴി. ഓക്കെ, മീൻസ് എടുക്കുന്നത് വഴി. ദെൻ സെക്കൻഡ് വൺ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഓവർ സിന്തസിസ് ഓഫ് ഫാറ്റ്സ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. ഓവർ സിന്തസിസ് ഓഫ് ഫാറ്റ്സ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. അതായത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഫാറ്റ് ഓവറായിട്ട് പ്രൊഡ്യൂസ് ആകുന്നതിന്. ഓക്കെ, അതാണ് ടൈപ്പ് 2. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഓവർ സിന്തസിസ് ഓഫ് ഫാറ്റ്സ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് ഫാറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആകുന്നത് അല്ലെങ്കിൽ സിന്തസിസ് ആകുന്നത്, അതാണ് ടൈപ്പ് 2. ദെൻ തേർഡ് വൺ ടൈപ്പ് 3 ഓവർ മൊബിലൈസേഷൻ ഫ്രം ഡിപ്പോട്സ് ടു ലിവർ. ഓവർ മൊബിലൈസേഷൻ ഫ്രം ഡിപ്പോട്സ് ടു ലിവർ. അതായത് ലിവറിലോട്ട് എന്താ പറയുക, ഓവറായിട്ട് മൂവ് ചെയ്യുക. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ പാസ് ചെയ്യുക. ഓക്കെ, ഡിപ്പോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന എന്നുള്ള അർത്ഥം. ഓക്കെ, അതായത് ലിവറിലോട്ട് ഓവറായിട്ട് ഫാറ്റ് മൂവ് ചെയ്യുന്നത്, അതാണ് ടൈപ്പ് 3. ദെൻ
type 4 under mobilization from liver to depots. അതായത് മൊബിലൈസേഷൻ കുറയുന്നത് വഴിയും, അതായത് ലിവറിലോട്ടുള്ള ഫാറ്റിന്റെ മൊബിലൈസേഷൻ കുറയുന്നത് വഴിയും ഉള്ളതിനാണ് ടൈപ്പ് 4 എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ടൈപ്പ് 5. ടൈപ്പ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഇൻ ദ ലിവർ. അതായത് ലിവറിലുള്ള ഫാറ്റ് യൂട്ടിലൈസേഷൻ മീൻസ് ഉപയോഗിക്കുന്നത് കുറയുന്നത്. ഓക്കെ. അതായത് ലിവർ ഫാറ്റിനെ ഉപയോഗിക്കുന്നത് കുറയുന്നത്, അണ്ടർ യൂട്ടിലൈസേഷൻ ഇൻ ദ ലിവർ. എനിക്ക് ഒന്നുകൂടി പറയാം. ടൈപ്സ്: ടൈപ്പ് 1 ഓവർ ഫീഡിങ് ഓഫ് ഫാറ്റ്, ഫാറ്റ് അധികമായിട്ട് ഫീഡ് ചെയ്യുന്നത് വഴി, മീൻസ് കഴിക്കുന്നത് വഴി. ദെൻ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഓവർ സിന്തസിസ് ഓഫ് ഫാറ്റ്സ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഫാറ്റ് ഓവറായിട്ട് പ്രൊഡ്യൂസ് ആകുന്നത്, അല്ലെങ്കിൽ ഓവറായിട്ട് സിന്തസിസ് ആകുന്നത്. ദെൻ ടൈപ്പ് 3 ഓവർ മൊബിലൈസേഷൻ ഫ്രം ഡിപ്പോട്സ് ടു ലിവർ. അതായത് ലിവറിലോട്ട് കൂടുതലായിട്ട് ഫാറ്റ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, പാസ് ചെയ്യുന്നത് വഴി. ദെൻ ടൈപ്പ് 4 അണ്ടർ മൊബിലൈസേഷൻ ഫ്രം ലിവർ ടു ഡിപ്പോട്സ്. അതായത് ലിവറിലോട്ടുള്ള സഞ്ചാരം കുറയുന്നത്. ദെൻ ടൈപ്പ് 5 അണ്ടർ യൂട്ടിലൈസേഷൻ ഇൻ ദ ലിവർ. ലിവർ ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് കുറയുന്നത് വഴി. ഇത്രയാണ് ടൈപ്സ്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ കോസസ്. അടുത്ത സബ് ഹെഡിങ് കോസസ്, കാരണങ്ങൾ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ എക്സസീവ് ആൽക്കഹോൾ യൂസ്. എക്സസീവ് ആൽക്കഹോൾ യൂസ്, അതായത് ഉയർന്ന രീതിയിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ദെൻ സെക്കൻഡ് വൺ ഒബേസിറ്റി. തേർഡ് വൺ മീൻസ് ഒബേസിറ്റി അമിതവണ്ണം ഉണ്ടെങ്കിൽ. ദെൻ തേർഡ് വൺ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ വരും. ദെൻ ഫോർത്ത് വൺ മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻസിലുണ്ടാകുന്ന വേരിയേഷൻ, പോഷകക്കുറവ്. മാൽ എന്ന് പറഞ്ഞാൽ കുറയുക എന്നൊക്കെയുള്ള അർത്ഥം, ബാഡ് എന്നൊക്കെയുള്ള അർത്ഥം. അതായത് മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ പോഷകക്കുറവ് കാരണം. ദെൻ സൈഡ് എഫക്ട്സ് ഓഫ് സർട്ടൈൻ മെഡിസിൻസ്. ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സും ഒരു കാരണമാകാം. ദെൻ ഹെപ്പറ്റൈറ്റിസ് സി, അതായത് മഞ്ഞപ്പിത്ത ജോണ്ടിസിന്റെ ടൈപ്സ്. ഹെപ്പറ്റൈറ്റിസിന്റെ ടൈപ്സിൽ ഒരു ടൈപ്പാണ് ഹെപ്പറ്റൈറ്റിസ് സി, അതായത് ലിവറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ. ഓക്കെ. ദെൻ ഹൈപ്പർ ലിപ്പിഡീമിയ. ലാസ്റ്റ് വൺ ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറഞ്ഞാൽ ഹൈ ലിപ്പിഡ്സ് ഇൻ ദ ബ്ലഡ്. ലിപ്പിഡ്സിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നതിനാണ് ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയാം. അതും ഒരു കാരണമാകാം. എന്നിട്ട് പറയാം കോസസ്. ഫസ്റ്റ് വൺ എക്സസീവ് ആൽക്കഹോൾ യൂസ്. സെക്കൻഡ് വൺ ഒബേസിറ്റി. തേർഡ് വൺ ഡയബറ്റിസ്. ഫോർത്ത് വൺ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകക്കുറവ്. ദെൻ സൈഡ് എഫക്ട്സ് ഓഫ് സർട്ടൈൻ മെഡിസിൻസ്. ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ഒരു കാരണമാകാം. ദെൻ ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോണ്ടിസ്. ഓക്കെ. അതിന്റെ ഒരു ടൈപ്പാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് എ, അങ്ങനെ ടൈപ്സ് ഉണ്ട് അതിന്. ഹെപ്പറ്റൈറ്റിസ് സി. ദെൻ ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലിപ്പിഡ്സ് ഇൻ ദ ബ്ലഡിൽ ലിപ്പിഡ്സ് ലെവൽ കൂടുന്നതും ഒരു കാരണമാകാം. Is it clear? Okay. Next subheading symptoms. Okay. In that first point, weight loss. Weight loss means ഭാരം കുറയും. Second one, abdominal pain. Third one, feeling tired. Next one, nausea. Next one, confusion. Okay, ലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ലോസ്, അബ്ഡോമിനൽ പെയിൻ, ഫീലിംഗ് ടയേർഡ്, then nausea, then confusion. Is it clear? Okay. Symptoms. First one, weight loss. Second one, abdominal pain. Third one, feeling tired. Then nausea. Last one, confusion. Is it clear? Okay. Next subheading, diagnosis. Okay, diagnosis. First one, blood test. Second one, ultrasound. Third one, liver biopsy.
മൂന്ന് മെത്തേഡ്സ് ആണ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ബ്ലഡ് ടെസ്റ്റ്, സെക്കൻഡ് വൺ അൾട്രാസൗണ്ട്, തേർഡ് വൺ liver biopsy. Is it clear? Okay. Next, management. Next heading, management. Shamina mute ചെയ്യാം. Okay. Next, management. Okay, in that, അതായത് ഫാറ്റി ലിവറിന് എന്താ പറയാ മെഡിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല, മെഡിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇല്ല. നമുക്ക് ഇവിടെ ജസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഫിസിക്കൽ എക്സസൈസ്, മീൻസ് എക്സസൈസ് വ്യായാമം ചെയ്യാം. സെക്കൻഡ് വൺ വെയിറ്റ് ലോസ് ആൻഡ് ആൽക്കഹോൾ അവോയ്ഡൻസ്. വെയിറ്റ് ലോസ് ഉണ്ട്, മീൻസ് ലക്ഷണമായിട്ടും വെയിറ്റ് ലോസ് ഉണ്ട്, പക്ഷെ എന്താണ് വെയിറ്റ് ലോസ് കുറയ്ക്കുന്നത്, മീൻസ് മാനേജ്മെന്റിലും വെയിറ്റ് ലോസ് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ആൽക്കഹോൾ അവോയ്ഡൻസ്, അതുപോലെ തന്നെ ആൽക്കഹോൾ അവോയ്ഡൻസ്, അതായത് എന്താണ് ഒബേസിറ്റി, തടി കൂടുതലുള്ളവരിൽ വരാനുള്ള ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ലോസ് ആൻഡ് ആൽക്കഹോൾ അവോയ്ഡൻസ്, ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ ഡയബറ്റിസ് മാനേജ്മെന്റ്. ഡയബറ്റിസ് ഒരു കാരണമാകുമെന്ന് പറഞ്ഞായിരുന്നു. സോ ഡയബറ്റിസിനെ മാനേജ് ചെയ്യാം, മീൻസ് അതിന് ഉള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യാം. Is it clear? ഒന്നുകൂടി പറയാം. മാനേജ്മെന്റ്, ഫിസിക്കൽ എക്സസൈസ്, സെക്കൻഡ് വൺ വെയിറ്റ് ലോസ് ആൻഡ് ആൽക്കഹോൾ അവോയ്ഡൻസ്, ദെൻ തേർഡ് പോയിന്റ് ഡയബറ്റിസ് മാനേജ്മെന്റ്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ഫാറ്റി ലിവർ. അലീന, എന്താണ് ഫാറ്റി ലിവർ? ഓക്കെ, ഗുഡ്. അതുല്യ, ടൈപ്സ് പറ. Okay, good. Rasana, okay, what are the causes? Okay, good. Shamna, what are the symptoms? Okay, good. Nishana, okay, what are the diagnosis? Okay. Shamina, okay, what are the management? Okay. Okay, mute ചെയ്ത്. സോന, എന്തൊക്കെയാ മാനേജ്മെന്റ്? ഓക്കെ, ഗുഡ്. ഇത്രയാണ് ഫാറ്റി ലിവർ. ഓക്കെ, അടുത്ത കണ്ടീഷൻ നാളെ എടുക്കാം. ഓക്കെ, ഇതിന്റെ എക്സാം ഫ്രൈഡേ. ഓക്കെ, അതായത് തേഴ്സ്ഡേ ലീവാണ്, ഫ്രൈഡേ എക്സാം. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഈ വീക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന. തേഴ്സ്ഡേ ലീവാണ്, സോ ഫ്രൈഡേ എക്സാം. ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. ഇപ്പൊ ഫ്രൈഡേ എക്സാം. നാളെ ജസ്റ്റ് റിവിഷൻ നടത്താം. നാളെ ഇനി ഒരു കണ്ടീഷനും കൂടി ഉള്ളു പഠിക്കാൻ. അത് കഴിഞ്ഞാൽ നാളെ ജസ്റ്റ് റിവിഷൻ നടത്താം, എന്നിട്ട് ഫ്രൈഡേ
എക്സാം നടത്താം. അപ്പോൾ നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വരാം. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. താങ്ക് യു.